ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് +2 ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന ചാപ്റ്ററിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന ഭാഗമാണ്. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് ഇരിക്കുകയാണെങ്കിൽ ആ ചാർജിന് ചുറ്റും അതിൻ്റെ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. അതായത് ഇവിടെ ഇപ്പോൾ ഒരു പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിനടുത്തേക്ക് ഒരു നെഗറ്റീവ് ചാർജ് വരുവാണെങ്കിൽ ആ നെഗറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് അട്രാക്റ്റ് ചെയ്യും. നെഗറ്റീവ് ചാർജ് വന്നാൽ ആ നെഗറ്റീവ് ചാർജിന് ഈ പോസിറ്റീവ് ചാർജ് അട്രാക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ പകരം നെഗറ്റീവിന് സ്ഥാനത്ത് ഒരു പോസിറ്റീവ് ചാർജാണ് വരുന്നതെങ്കിൽ അത് ഇതിനെ റിപ്പല് ചെയ്യും. അതായത് ഈ സെൻറ്ററിൽ ഇരിക്കുന്ന ചാർജിൻ്റെ എഫക്റ്റ് ഇവിടെ കുറച്ച് ഭാഗത്തായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ റീജിയനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് ഒരു ചാർജ് ഇരുന്നാൽ ആ ചാർജിന് ചുറ്റും അതിൻ്റെ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം. ഇ എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യും. ഇനി അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പർട്ടിക്കുലർ പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കണം എന്ന് കരുതുക. അങ്ങനെ ഒരു ചാർജ് കാരണമുള്ള ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഈ പോയിന്റിൽ ഒരു പോസിറ്റീവ് 1 കൂളോം ചാർജിനെ പ്ലേസ് ചെയ്യുന്നു. അങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഈ പോസിറ്റീവ് 1 കൂളോമിൽ എന്തുമാത്രം ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ അതായിരിക്കും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഒരു 10 കൂളോം ചാർജിനെയാണ് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ടുവെക്കുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് 50 ന്യൂട്ടൺ ആണെന്ന് കരുതുക. അതായത് 10 കൂളോം ചാർജ് പ്ലേസ് ചെയ്യുമ്പോൾ 50 ന്യൂട്ടൺ ഫോഴ്സ് അനുഭവപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ 1 കൂളോം ചാർജ് ആണെങ്കിൽ 50/10 = 5 ന്യൂട്ടൺ പെർ കൂളോം ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യം, ഇവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? 50/10 ആണ് ചെയ്തിരിക്കുന്നത്. 50 എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ 10 എന്ന് പറയുന്നത് ചാർജിൻ്റെ എമൗണ്ട്. സോ F/Q എന്ന് പറയാം. ഈ F/Q ആണ് യഥാർത്ഥത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ E = F/Q. എഫിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ യൂണിറ്റ് കൊടുക്കുന്നു ന്യൂട്ടൺ, ഡിവൈഡഡ് ബൈ ചാർജിൻ്റെ യൂണിറ്റ് കൂളോം. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ കൂളോം. അതല്ലെങ്കിൽ മറ്റൊരു യൂണിറ്റ് കൂടി ഉണ്ട്, വോൾട്ട് പെർ മീറ്റർ. സോ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ചാർജിൻ്റെ എഫക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിക്കാം.